ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? പിന്നെ ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അൽ ഹറമീൻ്റെ ആംബറൂദ് അക്കോ ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂം. ഓക്കെ, ഇതിൻ്റെ ബോക്സും കാര്യങ്ങളും ഇങ്ങനെയാണ്. നമ്മുടെ പല ഡിസൈനർ പെർഫ്യൂംസും ഒരു ചെറിയ പേപ്പർ ബോക്സിലൊരു പെർഫ്യൂം തരിക എന്നതിനേക്കാൾ ഉപരി ഇങ്ങനത്തെ അഹമ്മദ് അൽ മഗ്രിബി, അതേപോലെ നമ്മുടെ അർമാഫ്, അർമാഫിൻ്റെ എല്ലാതും ഇല്ല, ദെൻ അഗെയിൻ മെജോറിറ്റി, അതേപോലെ അൽ ഹറമൈൻ, ഇവരൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സംവാട്ട് കസ്റ്റമർ സെൻട്രിക്, കുറച്ചെങ്കിൽ കസ്റ്റമറിന് പ്ലീസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആവശ്യം അതിലല്ലല്ലോ, നമുക്ക് പെർഫ്യൂം. ഇത് എക്സ് ഡേറ്റ് പെർഫ്യൂം കോൺസെൻട്രേഷനിൽ വരുന്നതാണ്. പിന്നെ ഇത് ലൂയി വുട്ടൻ്റെ ഇമാജിനേഷനായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഞാൻ അത് അടിക്കട്ടെ കാര്യങ്ങൾ. ഈ സെൻ പ്രൊഫൈലാണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് ഭയങ്കര ബേസിക് സെൻ പ്രൊഫൈലാണ്. ബട്ട് ഈ പെർഫ്യൂമിൻ്റെ പ്ലേസ്മെന്റ് ഞാൻ വെച്ചിട്ടുള്ളത് ബ്ലൂ ഡി ഷനൽ എവിടെ കൊടുക്കണോ, ക്രീഡ വിൻഡോസ് എവിടെ കൊടുക്കണോ, അതേപോലത്തെ ഒരു സെൻ പ്രൊഫൈൽ തന്നെയാണ് ലൂയി വുട്ടൻ്റെ ഇമാജിനേഷൻ്റെ സെൻ പ്രൊഫൈൽ. ഓക്കെ, ഇത് അടിപൊളി പെർഫ്യൂം. ഞാനിതിപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പെർഫ്യൂമിൻ്റെ ഒരു 2.5 മാസം ഇത്രയും അധികം പെർഫ്യൂം ഉണ്ടെങ്കിൽ കൂടി ഞാൻ ഫാമിലി അതേപോലെ ഞാനൊക്കെ പടകൂടി ഇത് അടിക്കലുണ്ട്. ഇത് അടിക്കാറുണ്ട്. ഈ പെർഫ്യൂം അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റിയിലും കൂടുതൽ വോളിയത്തിലും ഈ പെർഫ്യൂം അടിക്കുകയും ചെയ്യും. നമ്മൾ പറയാറില്ല, ഈ ക്ലീൻ ആയിട്ടുള്ള ഡിറ്റർജൻറ്റ് സോപ്പ് ഭയങ്കര ബേസിക്. അതാണ് ഞാൻ പറഞ്ഞത്, ക്ലീൻ ഡിറ്റർജൻറ്റ് സോപ്പ്. നമുക്കിത് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡിൽ പല റിസംബലൻസും പല ഒക്കേഷൻസും പല ഇതും മൈൻഡിലേക്ക് വരും. ഓക്കെ, എന്നാൽ കൂടി ഈ പെർഫ്യൂമിനെ നമുക്ക് പ്രത്യേക ഇഷ്ടം തോന്നാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റിസംബ്ലൻസിൻ്റെ പെർഫെക്റ്റ് പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഈ സാധനം ഒരു മുകളിലേക്ക് പഞ്ച് ആയി കഴിഞ്ഞാൽ ഈ സാധനം പ്യുവർ ഡിറ്റർജൻ്റായി അതായത് മൂക്കിലേക്ക് തുളച്ച് കയറുന്ന ഒരു ഫീലായിപ്പോയി. ഒരു 10 മിനിറ്റിൽ കൂടുതൽ നമുക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സ്മെല്ലായി പോകും. വല്ലാണ്ട് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഈ പെർഫ്യൂം ഒരു സോപ്പ് മാത്രമായിട്ട് പോയി. അതായത് ഇത് കറക്റ്റ് ഒരു 100% പെർഫെക്റ്റ് പ്ലേസ്മെന്റിലാണ് ഈ പെർഫ്യൂം കിടക്കുന്നത്, ഇതിന്റെ സ്മെല്ല് സെൻ പ്രൊഫൈൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര അഡിക്റ്റീവ് ആണ്. നമുക്ക് ഭയങ്കര റിസംബ്ലൻസ് വരും. ലക്ഷറി, നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിലെ ഫ്ലോർ ക്ലീനർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫ്ലോർ ക്ലീനർ, ഡിറ്റർജന്റ്, അതൊക്കെ തന്നെയാണ് ഇത്. പക്ഷേ അതിൻ്റെ ആ സിട്രസും അതിൻ്റെ ആ ഒരു ബെർഗമോട്ട, അതിൻ്റെ ഫ്രണ്ടിൽ കിട്ടുന്ന ഒരു അംപ്രോക്സിൻ, ഈ സാധനങ്ങളൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇത് അലൈൻ ചെയ്ത് കിടക്കുന്നത്. അതിൻ്റെ മിക്സ്ചേഴ്സും ഇൻഗ്രീഡിയൻസും ഒക്കെ അഡിക്റ്റീവ് സെൻ പ്രൊഫൈലാണ്. നിങ്ങൾ ലൂയി വുട്ടൻ്റെ ഇമാജിനേഷന് ട്രൈ ആക്കാത്തവർക്ക് നിങ്ങൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഇൻസ്പയർഡ്, നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ അതിൻ്റെ ഓയിലുകളൊക്കെ കാണാറുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കട കയറിയിട്ട് അത് ട്രൈ ആക്കണം കേട്ടോ. കാരണം നമുക്ക് ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു സെൻ പ്രൊഫൈലാണ് ഇതിൽ ഈ ഡിറ്റർജൻറ്റ് സ്മെല്ലിൽ മാജിക് ഇത്രത്തോളം അഡിക്റ്റീവ് ആക്കിയിട്ട് ഒരു മാജിക്കൽ ഫോർമുലേഷൻ ആക്കാൻ പറ്റുമെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലൂയി വുട്ടൻ ഇമാജിനേഷൻ ഞാൻ ട്രൈ ആക്കിയപ്പോൾ തന്നെ ഞാൻ കുറേ കാലമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഞാൻ പോയിരുന്നു. അങ്ങനെയൊക്കെ ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് കിട്ടിയപ്പോഴാണ് ഞാൻ ഈ പെർഫ്യൂം വാങ്ങിച്ചത്. ഇത് ഞാൻ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അൽ ഹറമൈൻ്റെ ഷോറൂമിൽ തന്നെ ഞാൻ ട്രൈ ആക്കിയത്. അന്ന് എനിക്ക് നല്ലൊരു ഇത് കിട്ടി. കാരണം ഈ സാധനം നല്ല പ്രൊജക്ഷനും കുഴപ്പമില്ലാത്ത ഒരു ഇതുണ്ട്, ലാസ്റ്റിംഗ് ഉണ്ട്. പിന്നെ ഞാൻ ഈ പെർഫ്യൂം ഞാൻ ഗ്രേ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. 110 ആ ദിറംസിനൊക്കെ നമുക്ക് ദുബായിൽ നിന്ന് കിട്ടും. ആരെങ്കിലൊക്കെ വരുമ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞാൽ ഇതിൻ്റെ വേറെ മാർക്കറ്റിൽ തന്നെ പോയി വേറെ ഷോറൂമിൽ തന്നെ പെരും വില 300-350. ആ വിലക്കൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ കിട്ടും. ഗ്രേ മാർക്കറ്റ് സെല്ലേഴ്സിൻ്റെ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാം. അപ്പോൾ ഇതിൻ്റെ വാങ്ങിച്ച ആദ്യത്തെ ഒരാഴ്ച ഈ പെർഫ്യൂം ഒരു തീരെ ലോങ് ഡ്യൂട്ടി പ്രോസസ്. ഞാൻ ടെസ്റ്റർ അടിച്ചതിൻ്റെ 10-1 പോലും ഇത് ഫീൽ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനതൊരു മാസം പ്ലേസ്മെൻ്റ് ആക്കി. ഇപ്പം ഈ പെർഫ്യൂം പൊട്ടൻ്റാണ്. ഈ പെർഫ്യൂം സ്ട്രോങ് ആണ്. ഇത് പെർഫ്യൂം വല്ലാണ്ട് ലൗഡ് പ്രൊജക്റ്റിംഗ് അല്ല. ഓക്കെ, പക്ഷേ അതിൽ ഞാൻ ഹാപ്പിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർഫ്യൂം ഒന്നും കൂടി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇത്രയും കൂടി പൊട്ടൻ്റ് ആക്കി കഴിഞ്ഞാൽ, ഇത്രയും കൂടി ഈ പെർഫ്യൂം കടുപ്പം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോസരപ്പെടുത്തിയിരുന്നു. ഓക്കെ, ഈ പെർഫ്യൂം ഇപ്പോൾ കറക്റ്റ് ഞാനിപ്പോൾ കറണ്ട് ഫേവറേറ്റ് ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു പെർഫ്യൂമാണിത്. ഇത് നമുക്ക് നാച്ചുറൽ ഫീലിംഗ് തന്നെയാണ്. അതായത് അറബിക് പെർഫ്യൂം ഫ്രഞ്ച് പെർഫ്യൂമിനായിട്ട് കമ്പാരിസൺ കിട്ടില്ല. അതിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ പറയും. എന്നാൽ കൂടി കമ്പാരിസൺ അല്ലെങ്കിൽ കൂടി പെർഫ്യൂം നമുക്ക് സെൻ ക്വാളിറ്റി വൈസ് ഇവൻ സുപ്പീരിയർ ആണ്.
ഓക്കെ, നമുക്ക് തലവേദന, ഒരു ഷാർപ്പ്നെസ്സോ തുളച്ച് കയറലോ ഒന്നുമില്ല. നമുക്ക് ഡെയിലി അടിച്ചാലും കൂടി നമ്മുടെ മൈൻഡിലേക്ക് ഒരു മടുപ്പോ ഒരു മുഷിപ്പോ ഒന്നും വരുത്താത്ത രൂപത്തിൽ ഈ പെർഫ്യൂം പെർഫെക്റ്റ് മെയ്ഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ആക്യുറേറ്റ് ഡെപ്പിക്ഷൻ അല്ല ഏതിൻ്റെ ലൂയി വിട്ടൻ്റെ ഇമാജിനേഷൻ, ബട്ട് ദെൻ അഗെയിൻ സ്മെൽ ആക്യുറേറ്റ് അല്ലെങ്കിൽ കൂടി ഫീൽ നമുക്കൊരു 100% തന്നെ പറയാൻ പറ്റും. ഒരു റീപ്ലേസ്മെന്റ് നിലക്ക് നമുക്ക് എന്തായാലും ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു ക്ലോൺ, ഒരു പെർഫെക്റ്റ് ക്ലോൺ നിലക്ക് നിങ്ങൾക്ക് പോകണ്ട. ദെൻ അഗെയിൻ ഒരു ഫീല്, ആ ഒരു ഫീല് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. സാധനം എന്താണോ, ലൂയി വിട്ടൺ എന്താണോ അത് തന്നെയാണിത്. ഓക്കെ, പക്ഷെ സ്മെല്ല് വൈസ് ആക്യുറേറ്റ് അല്ല. ദെൻ അഗെയിൻ ആ ഒരു ഫീലും ആ ഒരു വൈബും സെയിം തന്നെയാണ്. സോപ്പി ആയിട്ടുണ്ട്, ആ സോപ്പിനെസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെയാണ് അത്. മറ്റേ യൂസഫയുടെ ഇമാജിനേഷനിൽ സോപ്പിനെസ് കുറവേനു, അത് സ്മെല്ലുണ്ടായിരുന്നു, സോപ്പിനെസ് ഇല്ല. ഇതിൽ അങ്ങനെയല്ല, ഇതൊക്കെ എല്ലാത്തിലും ഒരു മിക്സ്ചറായിട്ട് പെർഫെക്റ്റായിട്ട് അത് അലൈൻ ചെയ്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ മിഞ്ഞാന്ന് ഈ പെർഫ്യൂം അടിച്ചിട്ടുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ആദ്യത്തെ ഒരാഴ്ചക്ക് വലിയ പെർഫോമൻസ് കിട്ടിയില്ല. പിന്നെ ഒരു മാസം റെസ്റ്റിന് വെച്ചു. പിന്നെ ഞാൻ മിഞ്ഞാന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് പെർഫ്യൂം അടിച്ചു തുടങ്ങിയപ്പോൾ, മിഞ്ഞാന്ന് ഞാൻ അടിച്ചപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ, ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ജേഴ്സി ടൈപ്പ് മെറ്റീരിയൽ, ഒരു പെർഫ്യൂം കരിയർ അല്ലാത്ത മെറ്റീരിയലാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടി ഞാൻ വൈകുന്നേരം 4 മണിക്കായിട്ട് അടിച്ച് പിറ്റേന്ന് രാവിലെ നേരത്തൊക്കെ ഷർട്ടുമ്പോൾ സ്മെല്ലുണ്ടായിരുന്നു, നല്ല സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ പെർഫ്യൂം നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട ആളുകൾക്ക് വാങ്ങിക്കാട്ടോ. ഇത് ആ വിലക്ക്, ഞാൻ പറഞ്ഞ വിലക്കൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇതിൻ്റെ സെൻ പ്രൊഫൈല് ഞാൻ വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ലക്ഷറി ടൈപ്പില്ല, ഹൈ ക്ലാസ് സ്മെല്ലാണ്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് ട്രൈ ആക്കാം, വാങ്ങിക്കാം. പെർഫോമൻസ് നമ്മുടെ ആർക്കെങ്കിലും ഇങ്ങനെ പെർഫോമൻസ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു 10-20 ദിവസം ഒന്ന് റെസ്റ്റിന് വെച്ചിട്ട് പെർഫ്യൂം അടിച്ചു നോക്കാം. അപ്പോൾ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ശരി, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിട്ട് കാണാം.